ഇപ്പോൾ ഗാസയിൽ നടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ യുഎന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻക്വയറി കമ്മീഷൻസ് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ജസ്റ്റിസ് മുരളീധർ റിപ്പോർട്ട് പറയുന്നത് ഗാസയിൽ ഇപ്പോഴും ജനോസൈഡ് തുടരുന്നു എന്നാണ് ജസ്റ്റിസ് മുരളീധർ പറയുന്നത്. വംശഹത്യ തുടരുന്നു എന്നാണ്. അപ്പോൾ വംശഹത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ ലോയുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്രൈമാണ്. ഒരു രാഷ്ട്രത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്രൈമാണ് ജനോസൈഡ്. നമ്മളൊരു വ്യക്തിക്ക് ചെയ്യാവുന്നത് മേർഡർ, മാസാക്കർ എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തിന് ചെയ്യാവുന്ന ഏറ്റവും നീചമായിട്ടുള്ള കുറ്റമാണ് ജനോസൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഹിറ്റ്ലർ ഇപ്പോഴും ഓർത്തിരിക്കപ്പെടുന്നത്. റുവാണ്ടൻ ജനോസൈഡിനെ പറ്റി നമ്മൾ പറയുന്നു, അർമീനിയൻ ജനോസൈഡിനെ പറ്റി നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പല ജനോസൈഡുകളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ യുഎന്റെ റിപ്പീറ്റഡ് എൻക്വയറി കമ്മീഷൻസ്, യുഎൻ മാത്രമല്ല, നിങ്ങൾ ഇന്റർനാഷണൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് നോക്കുക. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആയാലും ആംനസ്റ്റി ഇന്റർനാഷണൽ ആയാലും ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ബെത്സലേം ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഇസ്രായേൽ ഈസ് കമ്മിറ്റിംഗ് ജനോസൈഡ് എന്നാണ്. അതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർനാഷണൽ റെസ്പോൺസ് വരുന്നുണ്ടോ? ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നെതന്യാഹുവിനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് ICCയുടെ. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുമോ? അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പോലും ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല. അപ്പോൾ അത് അമേരിക്കയുടെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, മിലിറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലാണല്ലോ. അപ്പോൾ ഈ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇന്റർനാഷണൽ ലോ അവരെ തൊടാത്തിടത്തോളം കാലം ഇസ്രായേൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത് വെസ്റ്റ് ഏഷ്യയിൽ. അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ റിസോഴ്സസ് അല്ല, അതിന്റെ പോപ്പുലേഷൻ അല്ല, അതിന്റെ സൈസ് അല്ല. അതിന്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്.